ലുക്കിലല്ല കേട്ടോ മച്ചാമാരെ കാര്യം, വർക്കിലാണ് കാര്യം. അതേപോലെ യൂസ് ചെയ്യാൻ പറ്റിയത് 4 കിടിലൻ മുതലുകള്, 10-25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നത് 2 കിടിലൻ മുതലുകളും, ഏകദേശം ഒരു 18 to 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ല കിടിലൊരു ലക്ഷറി സെഗ്മെന്റ് വാഹനവും, അതേപോലെ തന്നെ ഒരു 10-16 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ലൊരു സെസ്റ്റും. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. 2023 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിലുണ്ടല്ല, വെറും 41,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ലൊരു ഡീസൽ വണ്ടി കേട്ടോ. നല്ല ക്വാളിറ്റി അലേവിയില് റോട്ടിക്കോട് ഓടുമ്പോൾ 4 പേര് നോക്കണമെന്നുണ്ടെങ്കിൽ അലേവിയിലൊക്കെയാണ് നോക്കണത്. ആ ഒരു ലുക്കിലും പെർഫോമൻസിലും വന്ന നല്ല കിടിലൻ 4 അലേവിയില്. അതേപോലെ ബോഡി കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിലും വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളോ ഒന്നും തന്നെ കയറാത്ത വെറും 41,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു 25 കിലോമീറ്റർ വരെ മൈലേജും കിട്ടുന്ന വലിയ മെയിൻ്റെനൻസ് പരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ടാറ്റ ആൾട്രോസ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസും അതുപോലെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്ന വണ്ടിയാണ്. നല്ല ക്വാളിറ്റിയുള്ള ലെതറിന്റെ സീറ്റ് കവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ്, AC, സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ, സർവീസ് ബുക്ക്, സ്പെയർ കീ അടക്കം കയറി തന്നെ 10-25 കിലോമീറ്റർ വരെ മൈലേജും കിട്ടുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി. 5,65,000 രൂപ, അതും 2023 രജിസ്ട്രേഷനിലേക്കാണ് വണ്ടിയിടാ. നല്ലൊരു ലക്ഷറി സെഗ്മെന്റിലേക്കാണ് നല്ലൊരു റിനോൾട്ട് ക്യാപ്ചർ. 2018 സിംഗിൾ ഓണർഷിപ്പിൽ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും അലൈവിലും കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ 18 കിലോമീറ്റർ വരെ മൈലേജും കിട്ടുന്ന നല്ലൊരു ഫുൾ ഓപ്ഷൻ വണ്ടി. വേറെ റീപ്ലേസോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിയിൽ കയറിയിട്ടില്ല. കമ്പനി സർവീസും ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന വണ്ടിയാണ്. ഏകദേശം ഫീച്ചേഴ്സ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കുവാണെങ്കിലും അതുപോലെ എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ കിട്ടണം. ലോങ് യാത്രയിലാണെങ്കിലും ലോക്കലിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. യാത്രാസുഖം കൊണ്ട് 100% ഉപയോഗമായ ഒരു വണ്ടി എന്ന് തന്നെ പറയാം റിനോൾട്ട് ക്യാപ്ചർ കേട്ടോ. വേറെ വലിയ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും വരില്ലെങ്കിലും കറക്റ്റ് ഓയിൽ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് പക്കയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി. ഈ ഒരു ലക്ഷറി സെഗ്മെന്റിലെ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. 5,60,000 രൂപ ബഡ്ജറ്റില് ഫുൾ ഫിനാൻസില്. അതേപോലെ തന്നെ നല്ലൊരു 25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ലൊരു പടക്കുതിര. കിലോമീറ്റർ വെച്ചും പെർഫോമൻസ് വെച്ചും ലുക്ക് വെച്ചും അതുപോലെ സ്പേസ് വെച്ചും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ. 2014 ലാസ്റ്റ് മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ 90,000 കിലോമീറ്റർ അടുത്തോടി കമ്പനി സർവീസും ഹിസ്റ്ററിയുള്ള നല്ല ഒറിജിനൽ കേരള ഹോണ്ട സിറ്റി XV വേരിയന്റില് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. നിലവിൽ റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 25 കിലോമീറ്റർ വരെ മൈലേജ് കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു വാഹനമാണ്. അതുപോലെ ഫീച്ചേഴ്സ് കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി സ്റ്റീരിയോ, നമുക്ക് ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ കമ്പനി സ്റ്റീരിയോയും സെന്റർ ലോക്കും കാര്യങ്ങളെല്ലാം കയറി വരുന്ന വണ്ടിയാണ്. വേറെ തട്ടോ മുട്ടോ റീപ്ലേസ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. 25 കിലോമീറ്റർ തന്നെ കൺഫേം മൈലേജ് കിട്ടുന്ന വാഹനം. വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും വരാത്തൊരു വാഹനമാണ്. ഏതൊരു യുവാക്കളും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനം എന്ന് പറയാം ഹോണ്ട സിറ്റി വാഹനത്തെ കേട്ടോ. അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. വെറും 4,95,000 ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ കൊണ്ടുപോകാം. അതേപോലെ തന്നെ ചെറിയ ബഡ്ജറ്റിലൊക്കെ പെട്രോൾ വണ്ടി, അതും സെഡാൻ സെഗ്മെന്റിൽ തന്നെ പെട്രോൾ വണ്ടി നോക്കുന്നവർക്ക് വെറും 2,95,000 ബഡ്ജറ്റിലെ സിംഗിൾ ഓണർ വണ്ടി സെസ്റ്റ്, ടാറ്റയുടെ സെക്സ്റ്റ് ആണ് വണ്ടി. അതേപോലെ തന്നെ 2016 മോഡലില് സിംഗിൾ ഓണർഷിപ്പില് വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറും 50,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ. അത്യാവശ്യം 4 പുത്തൻ ടയറാണ്. വേറെ റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സീറ്റ് കവർ അതുപോലെ ചെറിയൊരു സെറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല നീറ്റ് ആയിട്ട് തന്നെ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ വേറെ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും വരാനുമില്ല. ഏകദേശം നമുക്കൊരു 16 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുമെങ്കിലും അത്യാവശ്യം ലോക്കലൊക്കെ കറങ്ങി നടക്കാൻ പറ്റിയത് ലോങ് യാത്രയ്ക്കാണെങ്കിലും നല്ല പെർഫോമൻസ് തന്നെ ഒരു വണ്ടി തന്നെ പറയാട്ടോ. ഈ എടുക്കുന്ന ക്ലച്ച് കാര്യങ്ങളെല്ലാം മാറി എല്ലാ പരിപാടിയും കാര്യങ്ങളെല്ലാം അതായത് സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് കയറ്റിയിട്ടാണ് വണ്ടിയാണ്. വേറെ എടുത്ത ഒരാൾക്ക് വേറെ പണിയോ കാര്യങ്ങളൊന്നും കിട്ടാനില്ല, ചെയ്യാനുമില്ല. അതേപോലെ 2,95,000 ബഡ്ജറ്റിൽ 2016 സിംഗിൾ ഓണർ ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കേരളത്തിൽ എവിടെയാണ് നമ്മൾ ലോണ് കാര്യങ്ങളെല്ലാം ചെയ്തുതരാം. അപ്പൊ 4 വണ്ടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം 25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന 2 കിടിലൻ മുതലുകൾ അവൈലബിൾ ആണ്. നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂര്.